ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി മെർമെയ്ഡ് ചെയ്താലോ? നമുക്കിത് ഒരുപാട് കളേഴ്സിൽ ചെയ്യാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ ഷെയ്ഡിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒരു മെർമെയ്ഡിൻ്റെ ടൈല് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ഒരുപാട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണിത്. ഒരു ബർത്ത്ഡേ ഷൂട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, പ്രീ ബർത്ത്ഡേ ഷൂട്ടിനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെർമെയ്ഡ് ഡ്രസ്സാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഞാനിത് സിംഗിൾ കളേഴ്സിലും ചെയ്തിട്ടുണ്ട്, ഡബിൾ ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോക്കഡൈൽ സ്റ്റിച്ചാണ് ഇതിന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ മെർമെയ്ഡ് ഉണ്ടാക്കുന്നത് നമ്മൾ 4 കളേഴ്സിലാണ്. നമ്മൾ ഡിസൈറിൻ്റെ ബ്രാൻഡും അതുപോലെ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 5 പ്ലേ ആണ് കേട്ടോ, തിക്നെസ് ഉള്ള യാണാണ്, 6 പ്ലേ ആണാണിത്. അപ്പോൾ നമുക്ക് ഇത് 3 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യാൺ കട്ടറും കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സുമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോ ചെയ്യുക, ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മാജിക് സർക്കിളിൽ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മളൊരു 2 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യും. 1 2 ചെയ്തു. ഇനി മൂന്നാമത്തെ ഹാഫ് ഡി സി ചെയ്യാം. 3 4 5 6 അങ്ങനെ നമ്മൾ 6 ഹാഫ് ഡി സി ചെയ്തു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത 2 ചെയിൻ ഹാഫ് ഡി സി ആയിട്ട് കൗണ്ട് ചെയ്യും കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ടൈലിൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിയുടെ 1 2 2 തേർഡ് ചെയിനിൽ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിയുടെ ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇത് 1 2 3 ഫസ്റ്റ് തേർഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക. 1 2 ഞാനോട് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് ഡി സി ചെയ്തു. അടുത്ത ചെയിനിൽ തേർഡ് ഹാഫ് ഡി സി ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതൊന്നിങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ. 3 എണ്ണം നമ്മൾ ചെയ്തു. 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. 5ാമത്തെ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക. അതുപോലെ തന്നെ 6ാമത്തെ ചെയിനിലും ഇങ്ങനെ മറിച്ച് കൊടുക്കണേ സ്റ്റിച്ചസ്. ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാതെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണേ. എന്നാലേ നമുക്ക് ആ സ്റ്റിച്ചസൊക്കെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്തു. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു മെർമെയ്ഡിൻ്റെ അടിഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുന്നത്. ഇനി വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഇനി നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 1 ചെയ്തു. അടുത്ത ചെയിനിൽ നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി 4ാമത്തെ ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 5ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. 6ാമത്തെ ചെയിനിൽ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ 9 സ്റ്റിച്ച് ഉണ്ടാവും കേട്ടോ. ഈ ഒരു റൗണ്ട്
കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 സ്റ്റിച്ചസ് കിട്ടും. ഈ ഒരു ടെയിലിൻ്റെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ശേഷം വീണ്ടും ചെയിൻ 2 ചെയ്യുക. ഇനി ഇതിൽ 1 1 2 ആണ് ചെയ്യുന്നത്. 1 ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി സിക്സ്ത് സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെവൻത്ത് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. എയ്ത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. താഴെ ചെയ്ത 9th സ്റ്റിച്ചിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 1 1 2 എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 ഹാഫ് ഡി സി കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ലൂപ്പിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക. ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സ്റ്റിച്ച് കിട്ടും കേട്ടോ. ഇനി നമ്മൾ 1 2 2 ചെയിൻ ചെയ്യുക. 1 1 1 3 1 1 ചെയ്യുക കേട്ടോ. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു 1 ചെയ്യുക. 1 ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും നമുക്ക് ഒരു ഹാഫ് ഡി സി ചെയ്യുക. 3 1 1 1 ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിലും 1 ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിലും 1 ഹാഫ് ഡി സി. ഇനി ഫോർത്ത് സ്റ്റിച്ചിൽ 1 തന്നെ 2 ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. നമ്മൾ ഫോർത്ത് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സ്റ്റിച്ചസ് ആണ്, ഹാഫ് ഡി സി ആണ് കിട്ടുക. അപ്പോൾ ഉണ്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു കോൺ ഷേപ്പിൽ വരുന്നുണ്ട്. ഇനി നമ്മളിതാ അടുത്ത ചെയിനിൽ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇന്ന് നമ്മൾ 4 എണ്ണത്തിൽ 1 1 1 ചെയ്യും. 5ാമത്തേൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യും. ഫസ്റ്റ് സ്റ്റിച്ച് 2 ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റിച്ചിൽ 1 തന്നെ 2 ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. ഇനി ഫിഫ്ത്ത് സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യാം. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 ഹാഫ് ഡി സി ആണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക. 5 ഹാഫ് ഡി സി ഒരു ഇൻക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. 1 ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി നമ്മൾ 6th സ്റ്റിച്ചിൽ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. ഫിഫ്ത്ത് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. 6th സ്റ്റിച്ചിൽ നമ്മൾ 1 തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി. തേർഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി.
4th സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി, 5th സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി, 6th സ്റ്റിച്ച് നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 21 ഹാഫ് ഡി സി ആണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ ചെയിൻ 2 ചെയ്യാം. ഇത് നമ്മൾ 6 ഹാഫ് ഡി സി ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒന്ന് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി, 4th സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി, 5th സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി, 6th സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി. 6 ഹാഫ് ഡി സി ചെയ്യുക. 7ാമത്തത് നമ്മൾ ഒന്ന് തന്നെ സെയിം തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും 6 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. 1 2 3 4 5 6 6 എണ്ണത്തിൽ ഒരു ഹാഫ് ഡി സി. 7ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 6 സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. 1 2 3 4 5 6 6 സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി ചെയ്തു. ഇനി നമ്മൾ 7ാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 ഹാഫ് ഡി സി ആണ് കിട്ടുക. അപ്പോൾ ഇതാ നമ്മളെ വർക്ക് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇൻക്രീസായി വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 3 ചെയിനാണ് ചെയ്യുന്നത്. 1 2 3 ചെയിൻ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ 3 ചെയിൻ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡി സി ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ താഴെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഒരു ചെയിൻ സെക്കൻഡ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ വീണ്ടും നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ താഴെ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ചെയിൻ 1 ചെയ്യുക. ഇവിടെ താഴെ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇവിടെ നമ്മൾ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ വീണ്ടും ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. 1 2 സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 താഴെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക. താഴെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.
നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. ഇവിടുന്ന് 1 2 3 മൂന്നാമത്തെ ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കൊന്നത് വലിച്ചിട്ട് എത്ര സെറ്റ് കിട്ടിയെന്ന് നോക്കാം കേട്ടോ. ഇവിടെ 1 2 3 4 5 6 7 8 സെറ്റ് നമ്മളിപ്പോൾ വി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വി സ്റ്റിച്ചാണ്. ഇത് വി സ്റ്റിച്ച് ഒരു രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു, 2 ചെയിൻ സ്കിപ്പ് ചെയ്തു, ഇവിടെ ഒരു ചെയിൻ ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് 8 സെറ്റിൻ്റെ ഇങ്ങനെയുള്ള ഡബിൾ ക്രോഷ്യൻ്റെ 8 സെറ്റാണ് കിട്ടിയിട്ടുള്ളത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് പറയുമ്പോൾ അത്രയും റൗണ്ട് സ്റ്റിച്ചസ് ഉണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ആ മെർമെയ്ഡിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വലുതായി വരുന്നത് നമുക്ക് കാണാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോക്കഡൈൽ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്ത അതിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 2 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഇനി ഇതാ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിൽ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഇവിടേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ഇതാ ഈ താഴെ ഭാഗത്ത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 ചെയിൻ ചെയ്തു, അത് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ 3 ഡബിൾ ക്രോഷ്യ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ചെയിൻ 1 ചെയ്തിട്ട് ഇനി നമ്മൾ ഇതാ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ല, ഈ ഒരു ഡബിൾ ക്രോഷ്യ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം യാൺ ഓവർ ചെയ്യുക, ഇങ്ങനെ അടിയിൽ കൂടിയ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഈ സെയിം ഡബിൾ ക്രോഷ്യേൻ്റെ അടിയിൽ കൂടി മുകളിലേക്ക് എടുത്തിട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ അടിയിൽ കൂടി തന്നെ മുകളിലേക്ക് എടുക്കുക, തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഈ അടിയിലൂടെ മുകളിലേക്ക് എടുക്കുക, നമ്മൾ 4th ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 3 എണ്ണം ചെയ്തു, 2ഉം അങ്ങനെ കൂട്ടിയിട്ട് 4 എണ്ണം. ചെയിൻ 1 ചെയ്തു. പിന്നെ അടുത്ത ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ 4 ഇങ്ങനെ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മളിതാ ഈ 2 ഇങ്ങോട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, 2 ഡബിൾ ക്രോഷ്യ, അതിൻ്റെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ ഒരു ഡബിൾ ക്രോഷ്യ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഡബിൾ ക്രോഷ്യ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ താഴെ ഭാഗത്ത്, ഇങ്ങനെ മുകളിലല്ല താഴെ ഭാഗത്ത് കൂടി യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു സെയിം ഡബിൾ ക്രോഷ്യയിൽ ചെയ്യുന്നത്. 1 2 3 4 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ സ്പേസിൽ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. നമ്മൾ ആ സെയിമിലുള്ള അടുത്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യയിൽ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷം ഇതാ ഈ അടിഭാഗത്ത് കൂടി ആ ഡബിൾ ക്രോഷ്യേൻ്റെ സൈഡിൽ കൂടി എടുത്തിട്ട് 1 2 3 4 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മളെ
സെക്കൻഡ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്രോക്കഡൈൽ സ്റ്റിച്ച് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമുക്കിതാ അടുത്ത സെറ്റ് ഈ ഒരു ഡബിൾ ക്രോഷയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഇതാ ഈ ഡബിൾ ക്രോഷയുടെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് യാണോ ചെയ്യുക, നമുക്കതിൽ അടുത്ത ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യുക. 4 ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 3 4 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്ത് ഇനി നമ്മൾ വർക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഈ ഡബിൾ ക്രോഷേ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഈ യാണോവ ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം യാണോവ ചെയ്തിട്ട് ഈ അടി കൂടിയ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഇതാ 1 2 3 4 നമ്മളിവിടെ 4 സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 3rd ക്രോക്കഡൈൽ സ്റ്റിച്ചും കിട്ടി. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്ത ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ ചെയ്തതിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ഈ ഒരു ഡബിൾ ക്രോഷയുടെ അവിടേക്ക് ഈ ഒരു ഡബിൾ ക്രോഷേനെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതാ ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. യാണോ ചെയ്യുക, അടിഭാഗത്ത് കൂടി മുകളിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് 4 എണ്ണം ഈ ഒരു സ്പേസ് ഡബിൾ ക്രോഷേൻ്റെ സ്പേസിൽ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 എണ്ണം ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഇനി വർക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഈ ഒരു ഡബിൾ ക്രോഷയിൽ ഇങ്ങനെ പിടിക്കുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം വീണ്ടും താഴെ ഭാഗത്ത് കൂടി മുകളിലേക്ക് ഹുക്കിനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പേസിൽ താഴെ കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വീണ്ടും 4 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ 4ാമത്തെ ക്രോക്കഡൈൽ സ്റ്റിച്ചും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ 4ാമത്തെ ക്രോക്കഡൈൽ സ്റ്റിച്ചും കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി ഇതാ ഈ ഒരു സ്റ്റിച്ചാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഈ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേ ഫസ്റ്റ് ചെയ്ത ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും. നമുക്ക് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഇങ്ങനെ യാണിനെ പുറത്തേക്ക് എടുത്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ സെക്കൻഡ് റൗണ്ടിലേക്ക് ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ നോർമലി ഇവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഫസ്റ്റ് ചെയ്ത ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും കേട്ടോ. ഈ ഒരു ലൂപ്പിൻ്റെ 3ൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവുക നമുക്ക് ഈ റൗണ്ടിൽ കഴിയുമ്പോൾ കിട്ടാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ചെയ്യുക, യാണോ ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷയും സെയിം സ്പേസിൽ ചെയ്തു. ഇനി നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ 4 സ്റ്റിച്ച് ക്രോക്കഡൈൽ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. അപ്പം അപ്പർ പാർട്ടിലേക്ക് നമുക്കിങ്ങനെ വീതി കൂടാൻ വേണ്ടിയിട്ട് നമ്മളിനി ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ ചെയിനും ഒരു ഡബിൾ ക്രോഷയും ചെയ്തു. അതിന് ശേഷം ചെയിൻ ചെയ്യുക. ഇനി ഇൻക്രീസിങ് ചെയ്യാനായിട്ട് നമ്മളിതാ ഈ ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്ക്, ഇപ്പോൾ ഇതാണ് നമ്മൾ ക്രോക്കഡൈൽ സ്റ്റിച്ചിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ചെയ്ത ഇവിടേക്കാണ്, ഈ സെൻറ്ററിലല്ല, ഇവിടെയല്ല, ഇവിടേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക.
ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലാണ്, ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോഴും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യണേ. പിന്നെ നമ്മളിതാ ഈ ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിതാ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഇവിടെ നമ്മളൊരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ ഒരു സെൻറ്ററിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു പെറ്റലിൻ്റെ നമ്മൾ ഈ ഒരു താഴെ ചെയ്ത ക്രോക്കഡൈൽ സ്റ്റിച്ചിൽ 4 എണ്ണം ചെയ്തു കേട്ടോ. അപ്പോൾ 4 എണ്ണം നമ്മൾ ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ അടുത്ത ക്രോക്കഡൈൽ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ഈ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത അവിടെ നമുക്കൊരു ചെയിൻ 1 ചെയ്തതിന് ശേഷം ഒരു 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയാണ് അതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 1 ചെയ്തു. ഇനി സെൻറ്ററിൽ 1 ചെയ്യാം. ഒരു 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. ഇനി ഇതാ ഈ ഒരു എൻഡിങ്ങിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 3 സ്റ്റിച്ചാണ് ഈ ഒരു ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 4 എണ്ണം ചെയ്തു, 1 ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിൽ ഇതുപോലെ 4 സ്റ്റിച്ച് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ 1 ചെയ്തു, 1 2 ഇതാ ഈ ഒരു ഞാൻ ചെയിൻ 1 ചെയ്തിട്ടില്ല തോന്നുന്നു. 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് എപ്പോഴും ചെയിൻ 1 ചെയ്യണേ. ചെയിൻ 1 ചെയ്യാം. ഇനി ഇതാ ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. ഇനി ഈ സെൻറ്ററിലാണ്, ഈ സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതാ ഈ ഒരു സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. ഇതാ ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 എണ്ണം ചെയ്തു. ഇവിടെ നമ്മൾ 3 സ്റ്റിച്ചാണ് ഈ ഒരു ഇതിൽ ചെയ്തത്. ഇതിൽ നമ്മൾ താഴെ ചെയ്ത 3ാമത്തെ സ്റ്റിച്ച് ക്രോക്കഡൈൽ സ്റ്റിച്ചിൽ നമ്മൾ 4 എണ്ണം ചെയ്തു. ചെയിൻ 1 ചെയ്യാം. ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 4 എണ്ണം ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ 3 എണ്ണം ചെയ്തു, തേർഡ് സ്റ്റിച്ചിലും 4 എണ്ണം ചെയ്തു. ഇനി നമ്മൾ ഫോർത്ത് ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാം. 3 ചെയിനിൻ്റെ ടോപ്പിൽ 3ാമത്തെ ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ 1 2 ചെയിൻ ചെയ്യുക. ക്രോക്കഡൈൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനോ ചെയ്യുക, ഈ 3 ചെയിനിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് 3 എണ്ണം ചെയ്യുക. 2 നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്യും. 1 2 3 4 3 ഡബിൾ ക്രോഷ്യയും ഒരു ചെയിൻ 2 അങ്ങനെ 4 എണ്ണാവും. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഈ ഒരു ഡബിൾ ക്രോഷ്യയുടെ സെൻറ്ററിലേക്ക് താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 4 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലെ ക്രോക്കഡൈൽ സ്റ്റിച്ച് ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ
അടുത്ത 2 ഡബിൾ ക്രോഷേൻ്റെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷേയുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ അങ്ങനെ നമുക്ക് ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വർക്ക് ടേൺ ചെയ്തിട്ട് ഈ ഒരു സൈഡിലും 4 1 2 3 4 സെക്കൻഡ് ക്രോക്കഡൈൽ സ്റ്റിച്ചും നമുക്ക് കിട്ടി. ഇനി അടുത്ത 2 ഡബിൾ ക്രോഷേൻ്റെ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ഡബിൾ ക്രോഷേയിൽ ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 ചെയിൻ 1 ചെയ്യുക. 1 2 3 4 അടുത്ത ക്രോക്കഡൈൽ സ്റ്റിച്ചും കിട്ടി. അപ്പോൾ നമ്മൾ താഴെ ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്ക് ഓരോ ക്രോക്കഡൈൽ സ്റ്റിച്ചും കിട്ടുക. പിന്നെ ഒന്നിൻ്റെ മുകളിൽ കിട്ടും. ഇത് അതിൻ്റെ ഒരു സെൻറ്ററിൽ ഒന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത ഈ ഡബിൾ ക്രോഷേൻ്റെ സെൻറ്ററിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ ഒരു ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്തതിൽ ക്രോക്കഡൈൽ സ്റ്റിച്ച്, അടുത്തതിൽ സിംഗിൾ ക്രോഷേ, ഒരു ക്രോക്കഡൈൽ, ഒരു സിംഗിൾ ക്രോഷേ, ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 താഴെ നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ 6 എണ്ണാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 6 ക്രോക്കഡൈൽ സ്റ്റിച്ച് നമുക്ക് ഈ റൗണ്ടിൽ കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ലാസ്റ്റുള്ള ഈ ഒരു ഡബിൾ ക്രോഷേൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 1 2 3 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഈ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു താഴെ ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ആ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ താഴെ ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ആ ടോപ്പിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സെൻറ്ററിൽ ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് സിംഗിൾ ക്രോഷേൻ്റെ ഭാഗത്ത് ഒരു 2 ഡബിൾ ക്രോഷേ, ഈ ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സെൻറ്ററിൽ 1, അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. 2 ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സെൻറ്ററിൽ വീണ്ടും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. താഴെ ചെയ്ത സിംഗിൾ ക്രോഷേയുടെ ടോപ്പിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക.
ചെയിൻ 1 ചെയ്യാം. സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1. ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യാം. ഇതവിടെ തേർഡ് ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ യാണോ ചെയ്ത് അടിയിൽ കൂടിയ മുകളിലേക്ക് എടുത്തിട്ട് നമുക്ക് ക്രോക്കഡൈൽ സ്റ്റിച്ച് 1 2 3 4 ചെയിൻ 1 ചെയ്യാം. ഇതവിടെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് യാണോ ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും അടുത്ത ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ അടുത്ത പെറ്റൽ ചെയ്യാനായിട്ട് 1 2 3 4 ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്ത 2 ഡബിൾ ക്രോഷേൻ്റെ സൈഡ് സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ. അടുത്തതിൽ നമുക്ക് ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്യാം. 2 3 4 ചെയിൻ 1 ചെയ്യാം. ഇവിടെ നമുക്ക് ക്രോക്കഡൈൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം.